You're a superhero. ഹലോ ഗൈസ്, എല്ലാവർക്കും മൈടെക്കിലേക്ക് സ്വാഗതം. ഇന്നലെ കൃത്യം 10:30 ആപ്പിളിൻ്റെ WWDC ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ആപ്പിളിൻ്റെ WWDC എന്ന് പറയുന്നത് വലിയൊരു ഇവൻ്റ് ആയിരുന്നു. വലിയ ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ വെച്ചാണ് ആപ്പിൾ ഈ സംഭവങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നത്. ബട്ട് ഇപ്രാവശ്യം നമ്മുടെ കോവിഡ് ആയിട്ടെൻ്റെ ലീലാവിലാസങ്ങൾ കൊണ്ട് ആപ്പിൾ ഓൺലൈൻ ഓൺലി ഇവൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഓൺലൈൻ ഓൺലി ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഒരുപാട് കൂൾ ഡ്രോൺ ഷോട്ട്സൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വെച്ചുള്ള കൂൾ ഡ്രോൺ ഷോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ അവർ മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് iOS 14 ആണ്. iOS 14 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോം സ്ക്രീന് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ആപ്പിൾ. ഇതൊക്കെ ഇതിലുള്ള ചില ഫീച്ചേഴ്സൊക്കെ ആൻഡ്രോയിഡിൽ ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സാണ്. ബട്ട് ആപ്പിളിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി റിഫൈൻഡ് ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. ഇതിൽ ആപ്പ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർഫേസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ആപ്പ് ഡ്രോയറൊക്കെ പോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആപ്സിനൊക്കെ ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ച് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത് കൂളായിട്ടുള്ളൊരു ഫീച്ചറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. ആൻഡ്രോയിഡിൽ ആപ്പ് ഡ്രോയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് ആപ്പിളിൽ ഇല്ലാത്തത് എന്താ പറയുക, ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്രാവശ്യം iOS 14 ആ ഒരു സംഭവം ആപ്പിളിലും വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം സ്ക്രീനിൽ നിങ്ങൾ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ജിഗിൾ മോഡിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഹോം സ്ക്രീനായിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക, ബാക്കിയൊക്കെ നിങ്ങൾ അൺസെലക്ട് ചെയ്ത് വെക്കുക. അൺസെലക്ട് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസൊക്കെ ആപ്പ് ലൈബ്രറിയിലേക്ക് പോയിട്ട് ഇതുപോലെ കാറ്റഗറി ആയിട്ട് തിരിഞ്ഞ് നിൽക്കും. ഓക്കെ, അത് നല്ല കൂളായിട്ടുള്ളൊരു ഫീച്ചറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീച്ചറാണ്. രണ്ടാമത് ഹോം സ്ക്രീനിലേക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ വിഡ്ജറ്റ്സ് ആണ്. ആപ്പിൾ ഇപ്രാവശ്യം ഒരുപാട് കൂളായിട്ടുള്ള വിഡ്ജറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പോൾ ഈ വിഡ്ജറ്റ്സൊക്കെ നിങ്ങൾക്ക് ഹോം സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതും ഓൾറെഡി ആൻഡ്രോയിഡിലുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ ആപ്പിളിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി കിടിലായിട്ടുള്ളൊരു ലുക്കിലാണ് വിഡ്ജറ്റ്സൊക്കെ വരുന്നതെന്ന് മാത്രം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വിഡ്ജറ്റ്സിൻ്റെ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ഒരുപാട് വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മാത്രമല്ല സ്മാർട്ട് വിഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വിഡ്ജറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ നിങ്ങൾ രാവിലെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ കലണ്ടർ കാണിക്കും. നിങ്ങൾ ഉച്ചക്കാണ് ഫോൺ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വിഡ്ജറ്റ്സിൽ ചിലപ്പം വെതർ കാണിക്കും. അങ്ങനെ ഓരോ സമയത്ത് ഓരോ ഇൻഫർമേഷൻസ് കാണിക്കുന്ന വിഡ്ജറ്റ്സ്, അതാണ് ഈ സ്മാർട്ട് വിഡ്ജറ്റ് എന്ന് പറയുന്നത്. അതും ഈ ഒരു iOS 14 അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞൊരു മോഡാണ്. അത് നമ്മുടെ യൂട്യൂബ് സപ്പോർട്ട് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആപ്പിളിൻ്റെ മറ്റ് വീഡിയോ പ്ലേയിങ് സർവീസിലൊക്കെ ഇത് സപ്പോർട്ട് ആവുമെന്നാണ് ഞാൻ കേട്ടത്. അതായത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. മിനിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ അതിങ്ങനെ വീഡിയോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്താലും ഈ ഒരു സംഭവം മിനിമൈസ് ആയിട്ട് താഴെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഓഡിയോ മാത്രം കേട്ടാൽ മതി. വീഡിയോ കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം എടുത്തിട്ട് സൈഡിലോട്ട് നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. നമ്മുടെ ഇതിലൊക്കെ ഡെസ്ക്ടോപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് സൈഡിലോട്ട് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ മാത്രം കേൾക്കാം, വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ iOS 14 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സിരിയിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സിരി നമ്മൾ സാധാരണ സിരീനെ നമ്മൾ ട്രിഗിൾ ചെയ്യുന്ന സമയത്ത് സിരി എൻ്റയർ സ്ക്രീന് മൊത്തം സിരീൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവും. അത് നമ്മൾ അനോയിങ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ സിരീനെ ട്രിഗിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു സിരീൻ്റെ ഐക്കൺ മാത്രമേ വരുള്ളൂ. നമ്മുടെ എൻ്റയർ സ്ക്രീന് സിരീൻ്റെ ഇൻ്റർഫേസ് കവർ ചെയ്യില്ല. അങ്ങനെയുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ കോള് വരുന്ന സമയത്തും നമ്മളെ എൻ്റയർ സ്ക്രീന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കോളിൻ്റെ ഇൻ്റർഫേസ്. അതും മാറ്റിയിട്ടുണ്ട്. നമ്മൾ iOS 14 അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. പിന്നെ ഒരുപാട് പുതിയ ആപ്ലിക്കേഷൻസ് iOS 14 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ഈ ഒരു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഈ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കോൺവെർസേഷൻസൊക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു രാജ്യത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് പോർച്ചുഗീസിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ഭാഷയിലോ 11 ഭാഷകളാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഭാഷയിലൊക്കെ നിങ്ങൾക്ക് കോൺവെർസേഷൻസ് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. പിന്നെ അവർ iMessagesൽ ഒരുപാട് അപ്ഡേറ്റ്സിന് കൊണ്ടുവന്നിട്ടുണ്ട്.
നമ്മൾ ഐ മെസ്സേജസ് അധികം നമ്മളൊന്നും യൂസ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു കോൺടാക്റ്റ് കാണാം, കാത്തീസൻ എന്ന് പറഞ്ഞുള്ളൊരു കോൺടാക്റ്റ് കാണാം. ആ കോൺടാക്റ്റ് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം. നമ്മളെ വാട്സപ്പിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണത്. പിൻ ചെയ്ത് വെക്കാം. നമുക്ക് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റിൻ്റെ DP മോളിൽ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ആ കോൺടാക്റ്റിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് തരാമെന്നുണ്ടെങ്കിൽ കൂളായിട്ടുള്ളൊരു ആനിമേഷനോട് കൂടിയിട്ട് കാണിക്കും. മാത്രമല്ല ഒരുപാട് പുതിയ ആനിമോജീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മാസ്ക് ധരിച്ചിട്ടുള്ള ആനിമോജി വരെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. COVID-19 ആയതുകൊണ്ട് തന്നെ മാസ്ക് ധരിച്ചിട്ടുള്ള ആനിമോജി വരെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഐ മെസ്സേജസിൽ. പിന്നെ നിങ്ങൾ ഗ്രൂപ്പ് ചാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് ചാറ്റിൽ ഓരോ ആൾക്കാരെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള മെസ്സേജൊക്കെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു ത്രെഡ് വൈറ്റ് ബന്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാൻ സാധിക്കും ഗ്രൂപ്പ് ചാറ്റിൽ. നമ്മളെ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുള്ള സെയിം ഫീച്ചർ. പിന്നെ അടുത്ത് വലിയൊരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ മാപ്പിന് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഒരുപാട് ഗൈഡ്സിന് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫുഡ് തരുന്ന റെസ്റ്റോറൻറ്റ്സിനൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. മാത്രമല്ല സൈക്കിള് ഇങ്ങനെ വേണ്ടിയിട്ടുള്ള പ്രത്യേകം റൂട്ട്സൊക്കെ അവർ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല EV റൂട്ടിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നിങ്ങൾ ഇലക്ട്രിക് കാറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് എവിടെയെങ്കിലും ഉണ്ടോ അവിടെയൊക്കെയുള്ള പാത്സും അവർ കാണിച്ചു തരും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സും ആപ്പിൾ മാപ്പിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ എയർപോർട്ട്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എയർപോർട്ട്സിൽ വന്നേക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് സ്വിച്ചിങ് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഐഫോണിൽ നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എയർപോർട്ട്സ് യൂസ് ചെയ്ത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഐപാഡിൽ ഒരു പോഡ്കാസ്റ്റ് കാണണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐപോഡിലൊരു പോഡ്കാസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഐപോഡിലേക്ക് സ്വിച്ച് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മാക്കിലൊരു കോൺഫറൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ മാക്കിലേക്ക് എയർപോഡ് കണക്ട് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിലൊരു കോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയർപോഡ് നേരെ ഫോണിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് മറ്റെങ്ങനെ കണക്ട് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യും. മാത്രമല്ല സ്പേഷ്യൽ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി എയർപോഡ്സ് പ്രോയിൽ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഡോൾബി അറ്റ്മോസ്, അതായത് നമ്മുടെ തിയേറ്ററിലൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ COVID-19 ഒക്കെ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിലൊക്കെ പോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീച്ചർ നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. തംസ് അപ്പ് ഫോർ ദാറ്റ്. അപ്പോൾ ഈ ഒരു ഫീച്ചറിൽ മുമ്പൊന്നും ബാക്കിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സൗണ്ട് വരും ഹെഡ്ഫോൺസിലൂടെ. മാത്രമല്ല നിങ്ങളുടെ തലയുടെ മൂവ്മെൻറ്റും നിങ്ങളുടെ ഐപാഡിൻ്റെ മൂവ്മെൻറ്റും അനുസരിച്ചിട്ട് ഈ ഒരു ഓഡിയോ വരുന്ന സോഴ്സൊക്കെ മാറ്റുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂളായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു കീനോട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്നോട് പറയാൻ മറന്നുപോയി. അത് കാർ കീയാണ്. നിങ്ങളുടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്ത് നിങ്ങളുടെ കാർ അൺലോക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇതിപ്പോൾ ഈ ഒരു ഫീച്ചർ സപ്പോർട്ടായിട്ടുള്ള കാർ ഏതെന്ന് വെച്ചാൽ 2021 ഇറങ്ങാൻ പോകുന്ന BMW 5 സീരീസ് അല്ലെങ്കിൽ M5 ആണ്. അപ്പോൾ ഈ ഒരു കാറിൽ ഈ ഒരു വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്ന പോലെ NFC-യുടെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് കാറ് അൺലോക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ അതിപ്പോൾ കറക്റ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, വേഗം കാണിച്ചു കൊടുക്കൂ. അപ്പോൾ നമ്മുടെ BMW 5 സീരീസിൽ നമ്മുടെ ഐഫോൺ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അൺലോക്ക് ആവും. ഐഫോൺ അവിടെ കാറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർ സ്റ്റാർട്ടാവും. അപ്പോൾ ഐഫോൺ ഒരു കീ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഈവൻ നിങ്ങളുടെ ഐഫോൺ നിങ്ങളോട് കളഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ iCloud യൂസ് ചെയ്ത് കാർ കീ ഫംഗ്ഷൻ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി സെക്യൂർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മുടെ ചാവി ഇപ്പം കാണാണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐഫോൺ കീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളൊരു കിടലും പോലത്തെ ഒരു ഫീച്ചറാണ്. പിന്നെ അടുത്ത അനൗൺസ്മെൻറ്റ് വന്നതെന്ന് വെച്ചാൽ ബിഗ് സർ, അതായത് മാക്കോസിൽ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ മാക്കോസിൻ്റെ ഇൻ്റർഫേസ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമ്മുടെ ഐക്കൺസൊക്കെ പുതിയൊരു ഐക്കൺസാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഐഫോണിലുള്ളത് പോലുള്ള നോട്ടിഫിക്കേഷൻ ടോഗിൾസും അതേപോലെ തന്നെ ക്വിക്ക് ടോഗിൾസും ഒക്കെ മാക്കിലും കൊടുത്തിട്ടുണ്ട്, മാക്കോസിനും കൊടുത്തിട്ടുണ്ട്. ടാബിൻ്റെ ഒക്കെ കോർണേഴ്സ് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർഫേസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഡെവലപ്പേഴ്സിന് മനസ്സിലാകുന്ന ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബട്ട് അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത ഹ്യൂജ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് എന്നാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ കസ്റ്റം മെയ്ഡ് സിലിക്കോൺ ചിപ്പ് ഫോർ മാക് ആൻഡ് ഐമാക്. അതായത് നമ്മൾ സാധാരണ മാക്ബുക്കിലും ഐമാക്കിലും ഇൻ്റലിൻ്റെ ചിപ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
ഇനി അങ്ങോട്ടേക്ക് ആപ്പിൾ സ്വന്തമായിട്ട് ചിപ്പ് മെയ്ഡ് ചെയ്ത് മാക്ബുക്കിലും ഐമാക്കിലും യൂസ് ചെയ്യാൻ പോകുന്നു എന്നാണ് അടുത്ത അനൗൺസ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ഒരു കിടിലായിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആപ്പിളിൻ്റെ ചിപ്പിൻ്റെ പവർ. അതായത് നമ്മുടെ ഫോണിലും ഐഫോണിലും നമ്മുടെ സീരീസ് വാച്ചിലും ഒക്കെ ആപ്പിൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ചിപ്പാണ്. ആ ഒരു ചിപ്പൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്പായിരുന്നു. അപ്പോൾ മാക്കിലും ഐമാക്കിലും അവർ ഈ ഒരു ആപ്പിളിൻ്റെ സ്വന്തം ചിപ്പ് യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. അതായത് ഇനി അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവും മാക്കിൽ. ഇൻറ്റൽ ചിപ്പുള്ള മാക്കും ആപ്പിൾ കസ്റ്റം ചിപ്പുള്ള മാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേർഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഐപാഡ് ഓസിനെ പറ്റിയിട്ടും പിന്നെ വാച്ച് ഓസിൻ്റെ ഒക്കെ ഒരുപാട് അനൗൺസ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ചും കൂടി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ iOS 14 ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.